ശ്രീ രാജ, വലിയ നഷ്ടമാണ് പാർട്ടിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് 2 തവണ അദ്ദേഹം പാർലമെന്റിലെത്തി. മാത്രമല്ല, ഈ പാർലമെന്ററി പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം കാണിച്ചൊരു ജാഗ്രത അത് ഈ പുതുതലമുറകൾക്ക് തന്നെ ഒരു മാതൃകയായിരുന്നല്ലേ? തീർച്ചയായിട്ടും സുധാകർ റെഡ്ഡിയുടെ മരണം CPIക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം കുറച്ചു കാലമായി അസുഖബാധിതനായി വിശ്രമത്തിലായിരുന്നുവെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ വരെയും അദ്ദേഹം പാർട്ടിയുടെ ചില പരിപാടികളിലൊക്കെ പ്രധാനപ്പെട്ട ചില പരിപാടികളൊക്കെ പങ്കെടുത്തുകൊണ്ട് ആ രീതിയിൽ സജീവമായി ഉണ്ടായിരുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി പാർലമെന്റിൽ മാത്രമല്ല പാർട്ടി നേതൃത്വത്തിലും ഇരുന്നു കൊണ്ട് പാർട്ടിയെയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടി ഒന്നെന്ന് പറഞ്ഞാൽ പാർട്ടി ലീഡർഷിപ്പിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു പാർട്ടി കോൺഗ്രസിൽ പോണ്ടിച്ചേരി പാർട്ടി കോൺഗ്രസിൽ പാർട്ടിക്കകത്ത് കൂടുതൽ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് വളരെ ശക്തിയുക്തം വാദിക്കുകയും അതിനുവേണ്ടി ആ പാർട്ടി കോൺഗ്രസ് തന്നെ ജെൻഡർ ആൻഡ് ജനറേഷൻ ഗ്യാപ്പ് നികത്തുന്നതിനുള്ള ആ ഒരു തീം വെച്ചുകൊണ്ടൊരു ആ രീതിയിൽ പോലും വലിയ പരിശ്രമങ്ങൾ നടത്തി പുതു തലമുറയെ നേതൃരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും ആ രീതിയിൽ പാർട്ടിയെ കൂടുതൽ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള സഖാവായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ സൂചിപ്പിച്ച് പാർലമെന്റിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുകയും അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിരുന്നിട്ടായിരുന്നാലും പാർലമെന്റ് മെമ്പറായിരുന്നാലും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും അതീവ ജാഗ്രതയോടെ അക്കാര്യങ്ങളെല്ലാം നിർവഹിച്ച സഖാവായിരുന്നു അദ്ദേഹം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹം അന്തരിച്ചത്. തീർച്ചയായും. അതായത് ഈ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പാർട്ടി നേതൃത്വത്തിലേക്ക് പുതിയ തലമുറ വരണമെന്നൊരു നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജെൻഡർ ആൻഡ് ജനറേഷൻ ഗ്യാപ്പ് നികത്താനുള്ള പ്രവർത്തനങ്ങൾ, ആ നിലയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ പാർട്ടിയിൽ അദ്ദേഹം നടത്തിയിരുന്നല്ലേ? അത് ഒരു ഗൗരവത്തിൽ തന്നെ അതിങ്ങനെ ഒരു എന്താണ് നമ്മുടെ ഒരു വെറുതെ ഒരു വാമൊഴിയായി അങ്ങനെ പറഞ്ഞു പോകാതെ തന്നെ ഒരു പാർട്ടി കോൺഗ്രസ് തന്നെ ആ ഒരു തീമിൽ കൊണ്ടുവന്ന ഒരു പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന ശ്രദ്ധ ആ വിഷയത്തിലേക്ക് വരുത്തുന്നതിന് അദ്ദേഹം മുൻകൈ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടാണ് ജെൻഡർ ഗ്യാപ്പ്, ജനറേഷൻ ഗ്യാപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആ രീതിയിൽ അങ്ങനെയാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃതലത്തിലൊക്കെ പ്രായത്തിന്റെ ഒരു വിഷയം അത് തീരുമാനം അതൊക്കെ അങ്ങനെയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മുൻകൈ അത്തരത്തിലുള്ള ഒരു മുൻകൈയിൽ നിന്നാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ പാർട്ടിക്കകത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. ആ രീതിയിൽ പുതുതലമുറയെ കാലത്തിനനുസരിച്ച് ഇക്കാല രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൽ ചെറുപ്പക്കാരും സ്ത്രീകളും ഒരുപോലെ ഈ പാർട്ടി നേതൃനിരയിലേക്ക് അതെല്ലാ തലത്തിലും താഴെ തട്ട് മുതൽ മേലെ തട്ടിൽ എല്ലാ തലത്തിലേക്കും വരണമെന്ന നിർബന്ധം ബുദ്ധി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ശാഠ്യത്തോടെ തന്നെ ആ വിഷയം അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നന്ദിയുണ്ട് ശ്രീ രാജ പ്രതികരിച്ചതിന്.